ഇല്ലാത്ത ഒരു ടൈറ്റിലോട് കൂടി എന്റെ പേര് വീഡിയോ അല്ലേ? വീഡിയോ അല്ല ചേച്ചി, ഒരു പേജ് സ്റ്റാർട്ട്. വീഡിയോ ഉണ്ടായിരുന്നു, അത് വാട്സാപ്പിലൂടെയൊക്കെയാണ് പ്രചരിച്ചത്. അതല്ലാതെ അതിനൊപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ആ പേജിൽ ഏകദേശം 4000-ഓളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്സ് ഉണ്ടായിരുന്നു ആ പേജിൽ. എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് വളരെ മോശം കമന്റുകൾ എഴുതുക, അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഇട്ടിട്ട് തെറി വിളിക്കുക. വാട്സാപ്പിലൊക്കെ വന്നതാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ടോട്ടൽ ഇരുട്ടാക്കിയിട്ട് കേർട്ടൻസ് ഒക്കെ ഇട്ട് മൊത്തം ഇരുട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളുടെ മൊബൈൽ ഒന്ന് എടുത്തിട്ട് അതിലെ സ്ക്രീൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ഒന്ന് ഫുൾ പരിശോധിച്ചാൽ ഈ സെൻസർ ഉണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യും. ഇന്റർനാഷണലും ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒളി ക്യാമറകൾക്കെതിരെ എല്ലാം ഒരുപാട് നിയമങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനുള്ള ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ വളരെ കുറവാണ്. അതാണ് പ്രധാനം. നിങ്ങൾക്ക് ഇതിനെതിരെ ഇങ്ങനെ ചെയ്യാം എന്നൊരു അജ്ഞത. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഫേസ്ബുക്ക് വാളിൽ സ്ഥിരമായി കണ്ടുവരുന്നത്, എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലർക്കും സ്ഥിരമായി കണ്ടുവരുന്നതാണ്, ആരെങ്കിലും ടാഗ് ചെയ്ത് ഒരു പ്രോൺ വീഡിയോ ഇടുന്നു. അപ്പോൾ അതിനെപ്പറ്റി അവർ ആവലാതിപ്പെടുന്നുണ്ട്. പക്ഷെ അവരാകെ ചെയ്യുന്നത് ആ ടാഗ് റിമൂവ് ചെയ്ത് അത് അവിടുന്ന് എടുത്ത് കളയുന്നു എന്നുള്ള. ആരും അതിനെതിരെ ഒരു പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പോകുന്നില്ല. ശരത് എന്ന് പറഞ്ഞ ഒരു ആക്ടർ മരിക്കുകയുണ്ടായി. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചേച്ചി, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും മോശമായിട്ട് എങ്ങനെയാണ് ഒരു കമന്റ് ഇടാൻ പറ്റുക? സാധാരണ കുറെ ആൾക്കാർ മറ്റേ റെസ്റ്റ് ഇൻ പീസ് ഇടുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ആ കമന്റ് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര മോശമായിട്ടാണ്. നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളിൽ പലതും ഫണ്ടിന് വേണ്ടി ഇറക്കിയതാണെങ്കിലും അത് നമ്മുടെ യുവതലമുറ ഇത്തരം മോശമായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമസ്കാരം, ഈസ്റ്റേൺ സെൽഫിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒളി ക്യാമറകളും ഒളി യുദ്ധങ്ങളും. ഗായത്രി, ഇപ്പൊ നേരത്തെ ഞാൻ സംഗീതയോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു ബാത്റൂമിൽ കയറുമ്പോൾ നമുക്ക് ആദ്യം ടെൻഷനാണ് അല്ലേ? കുളിക്കാമോ, പാടില്ലേ? എവിടെയാണ് നമുക്ക് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽസിൽ താമസിക്കേണ്ടി വരാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനോഗ്രേഷൻസ് ഒരുപാട് വരാറുണ്ട്. പക്ഷെ ഞാൻ ദൂരേക്കുള്ള, അതായത് ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ട ഡിസ്റ്റൻസിലുള്ള ഇനോഗ്രേഷൻസ് കഴിയുന്നതും ഒഴിവാക്കും. ഇപ്പം കണ്ണൂർ തന്നെ, എനിക്ക് നാളെ കണ്ണൂർ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്. ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ട് വരികയാണ്. എനിക്ക് കാരണം എനിക്ക് പേടിച്ചാണ്. ഇപ്പൊ നോർമലി സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോടായാലും എറണാകുളത്തായാലും ട്രിവാൻഡ്രത്തായാലും നമ്മൾ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ യൂഷ്വലി കീ റിസപ്ഷനിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ആ സമയത്ത് ആരെങ്കിലും വച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് ഏത് രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേട്ടിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി. അതായത് ഏത് കൊച്ചുകുട്ടിക്കും യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ നമ്പർ യൂസ് ചെയ്ത് ചേച്ചിയെ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കാനും നമ്മുടെ IP അഡ്രസ്സ് ഹാക്ക് ചെയ്യാനും അങ്ങനെ എന്തും ചെയ്യാവുന്ന ഒരു ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഈ ട്രാഫിക് നിയമങ്ങളെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് ആൾക്കാർ ട്രാഫിക് നിയമങ്ങൾ ഇപ്പം കുറച്ചെങ്കിലും പാലിക്കുന്നത്? ശിക്ഷ കിട്ടും അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളൊരു പേടി കൊണ്ട്. ഒരു പരിധി വരെ ജയകൃഷ്ണത്തിൽ ഒരു പരിധി വരെ പൊതുസമൂഹം ഒരുപാട് ഉത്തരവാദികളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കേസ് തന്നെ ഞാൻ പറയാം. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു വീഡിയോ ഇതുപോലെ റിലീസായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കൊണ്ടുപോയി ഇത് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ വേറെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോലീസ് ഓഫീസർ എന്നെ പറഞ്ഞു, ഇനി അവിടെ ഇരുന്ന് ഒരു 100 പോലീസുകാർ ഇത് കാണും, എന്നിട്ട് ഇവൻ ഇത് എങ്ങനെയെങ്കിലും ഇതിലോട്ട് എടുത്തിട്ട് നിങ്ങൾ വേറെ പണിയില്ലേ എന്ന് പറഞ്ഞു. ഒരു പോലീസ് ഓഫീസറാണ്, വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ തന്ന അഡ്വൈസാണിത്. അപ്പോൾ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത. മറ്റൊരു കാര്യം, ഒരു കേസ് ഇതുപോലെ പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് ഇതിപ്പോൾ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ആളാരാന്നൊക്കെ കണ്ടുപിടിച്ചു, നമ്മളൊന്ന് വാർണിംഗ് കൊടുത്ത് വിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സമൂഹത്തിന് തെറ്റായൊരു, അതായത് സെലിബ്രിറ്റീസ് വേണം ഇതിനെ ടേക്കപ്പ് ചെയ്യാൻ. ഞാൻ ഒരേ ഒരു പ്രാവശ്യമാണ് സൈബർ സെല്ലിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഈ ഫേസ്ബുക്ക് ഇഷ്യൂമായിട്ട്. പക്ഷെ അതിന് എനിക്ക് മണിക്കൂറുകൾക്കകം ഗംഭീരമായി സോർട്ടഡ് ഔട്ട് ആയി. എനിക്കൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അതില് ഒരുപാട് കമന്റ്സ് എല്ലാവരും ആഡ് ചെയ്യപ്പോ എല്ലാവരും, ഞാനത് ആക്ച്വലി ഭാഗ്യ ചേച്ചി നേരത്തെ ഗായത്രിയുടെയാന്ന് വിചാരിച്ചില്ലേ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്കൊരു ഫേക്ക് പ്രൊഫൈൽ ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് ഞാൻ ഒരുപാട് വാർണിംഗ്സ് ഞാൻ അതിൽ കൊടുത്തു, ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ആദ്യം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അപ്പം എനിക്കൊരു ഇമെയിൽ അഡ്രസ് തന്നിട്ട് പറഞ്ഞു URL കോപ്പി ചെയ്തിട്ട് കംപ്ലൈന്റ് ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ എന്താ അറിയോ, വിത്തിൻ അവേഴ്സ് അത് മാറി കിട്ടി. എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് ഫേസ്ബുക്കിൽ കമന്റ്സ് വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ ഇനി പറയാനും കേൾക്കാനും പാടില്ലാത്ത പലതും ഇട്ടപ്പോൾ ഞാനത് പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ കൊണ്ടുപോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് 1 മണിക്കൂറിനകത്ത് ആളെ കൊണ്ടുവന്ന് പറഞ്ഞു 3 വർഷം നോൺ ബെയിൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യം പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കാണിക്കുന്നില്ല. അല്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റിയാക്ട് ചെയ്തതിനാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ റിയാക്ട് ചെയ്തത് ഞാനിപ്പോ ഒരു നോൺ പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്താൽ കുറച്ച് ഇപ്പൊ എന്റെ മാത്രം പ്രശ്നമല്ല, ഇപ്പൊ സെലിബ്രിറ്റീസിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ആർക്കും അറിയില്ല, ആ കുട്ടിക്ക് നാളെ വരാം. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ ഈ പറയുന്ന നല്ല ഉദ്യോഗമുള്ള അല്ലെങ്കിൽ നല്ല വീട്ടിൽ പല പ്രൊഫൈൽസും പരിശോധിച്ചപ്പോൾ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോയുള്ള ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. ഇതിനെപ്പറ്റി വളരെ മോശമായിട്ട് ഞാൻ സത്യം ഇപ്പൊ 2 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ അകത്തുനിന്ന് ഇന്നേ വരെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല. പകരം പുറത്തുള്ള പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് ഈ ഫേസ്ബുക്കിലൂടെയും കമന്റ്സ് ആയിട്ടാണ് എനിക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും, മാഡത്തിനായാലും ഇവർക്ക് 2 പേർക്കായാലും ഉണ്ടായ അനുഭവം കംപ്ലൈന്റ് ആയിട്ട് വന്നപ്പോൾ അവർക്ക് നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചു. അതുപോലെയാണ് ഏതൊരു കോമൺ മാൻ. സത്യത്തിൽ ഞാൻ ഈ നെറ്റ്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ലാത്ത ഒരാളാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഫേസ്ബുക്ക് ID ഇല്ല, ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജില്ല, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും എൻ്റെ പേരിൽ ഫേക്ക് 2 ഒഫീഷ്യൽ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ID ഉണ്ട്. ഇത് ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലാതെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ചാറ്റിങ് തുടങ്ങി. നമുക്കറിയില്ല എങ്ങനെയാണ് അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷേ പോലീസ് സൈബർ സെല്ലിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചത്. അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ പിന്നെയും ഇത് ആവർത്തിക്കുക, ഒഫീഷ്യൽ പേജ് വീണ്ടും തുടങ്ങുക. ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായി. വീണ്ടും ഡിലീറ്റ് ചെയ്യുക, വീണ്ടും തുടങ്ങുക. അപ്പോൾ എല്ലാവരും കുറേ പേര് എന്നോട് ഉപദേശിച്ചു, നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുക, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ എനിക്കതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല സത്യത്തിൽ, അതുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ആൾക്കാർ ആരാണ് എന്നൊന്ന് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് തുടങ്ങാൻ ഇനിയിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു എന്താ പറയുക, ചെറിയൊരു ഭയമോ അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയമോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കണ്ടുപിടിക്കണം, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ മാത്രമല്ല, നമ്മുടെ ഫീൽഡിലുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേര് ഇങ്ങനെയുള്ള ചതിയിൽ പെടുകയും അവരുടെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാനിപ്പോൾ കണ്ടു സ്നേഹ എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി എനിക്ക് പേഴ്സണലി അറിയില്ല, ആ കുട്ടി ആക്ട്രസ്സാണ്. ആ കുട്ടി എന്താണ് കോളേജ് ലൈഫ് തന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് ഞാനൊരു ന്യൂസിൽ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും അങ്ങനെ എൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഉൾപ്പെടെ വന്ന ഒരു സാഹചര്യമുണ്ട്. വാട്സപ്പിൽ കുറച്ച് നാൾ പ്രചരിച്ചിരുന്നു. എൻ്റെ ഒരു ഭാഗ്യത്തിന് തുണി എടുത്തിട്ടുണ്ടായിരുന്നു, സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേത്തെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് വലിയ കോമഡി ആയിട്ടാണ് എടുത്തത്. എനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നിയില്ല. ഇത് കണ്ടിട്ടാ കൊള്ളാലോ എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വീട്ടുകാരും അതെ, എൻ്റെ ഫ്രണ്ട്സും അതെ. പക്ഷേ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ അതിലാണ് നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നുക. കാരണം ചില ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് മഞ്ജു ആണോ എന്ന് ചോദിക്കും, നമ്മൾ അടുത്ത ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അടുത്ത ഫ്രണ്ട്സ് വരെ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരുന്നവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ലോകം അങ്ങനെയാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു അസുഖമാണ് ഇത്, ഒരു തരം അസുഖമാണ്. അവർക്കതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് കണ്ടിട്ട് കണ്ടില്ല എന്ന് വയ്ക്കുക. കുറച്ച് ബോൾഡാകുക, നമ്മൾ മാനസികമായിട്ട് ബോൾഡാകുക, എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു എന്താ പറയുക, കർശനമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ചെറിയ ഒരു ഭയം ഉള്ളിൽ ഉണ്ടാക്കുകയും അത് നിർത്തുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചെറിയൊരു ഭയം, ഇത് കണ്ടുപിടിക്കപ്പെടാം എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അത് നിർത്തിയാൽ അവർക്ക് കൊള്ളാം, നമ്മുടെ ഭാഗ്യം എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരൊന്നും കണ്ടുപിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വാട്സപ്പിനെതിരെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നു. അവർ ആ വാട്സപ്പ് പിക്ചേഴ്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷേ അതിന് എന്തോ കംപ്ലൈൻറ്റ് ചെയ്യണം, പുറത്ത് അമേരിക്കയുമായിട്ട് ടൈപ്പുള്ള എന്തോ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട് സംസാരിച്ചു പോലീസ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇതെന്താണ്, നമ്മൾ ആർട്ടിസ്റ്റാണ്, ഇന്നിത് കണ്ടുപിടിച്ചേ നാളെ വേറൊരുത്തിനിടും അല്ലേ. ഇത് പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഊമക്കത്തും എന്താ പറയുക
പിന്നെ ഭീഷണിക്കത്തും അതും ഇതുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. സമൂഹം വളരെ ബുദ്ധിയുള്ളവരാണ്, അവർക്കറിയാം നമ്മൾ ഇങ്ങനെയൊന്നുള്ള ആൾക്കാരല്ല, ഇതൊക്കെ മോർഫിംഗ് ആണ്, മോർഫിംഗ് വീഡിയോസ് ആണെന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ സമൂഹത്തിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഇതിൽ തന്നെ പറഞ്ഞ പോലെ ഈ പിടിക്കപ്പെടുന്ന വ്യക്തിയെ ഒരിക്കലും സമൂഹത്തിലേക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നില്ല അല്ലേ, ഈ കുറ്റവാളി ആരാണെന്ന്. അതൊരു പക്ഷേ നിയമം പൊതുസമൂഹം കയ്യിലെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. അല്ല, അത് കേസ് രജിസ്റ്റർ ചെയ്ത് പോകുമ്പോൾ ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങളിലങ്ങ് പോവുകയാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് പിന്നെ ഫേസ്ബുക്കിൽ ഒരാളുടെ ഇത് കണ്ടിരുന്നു. അയാൾ ഫേസ്ബുക്ക് വഴി സ്ത്രീകളെ അല്ലേ കണ്ടിരുന്നു, ഈ സൂക്ഷിക്കുക ഈ വ്യക്തിയെ. അപ്പൊ ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അത് എല്ലാവർക്കും ഷെയർ ചെയ്തു. അതൊരു ഫേക്കാണ്, അതും ഫേക്കാണ്. ആ പോസ്റ്റിംഗ് തന്നെ ഫേക്ക്. ആ ആൾക്ക് എന്തുകൊണ്ട് നടപടി എടുക്കാൻ പറ്റുന്നില്ല? അത് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഒന്നും കേരള പോലീസിനുള്ള നമ്പറുകളല്ല. എന്തൊരു കഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അത് ഫേക്കാണ് മാഡം. കാരണം അത് ഈ പറഞ്ഞിരിക്കുന്ന CI തിരുവനന്തപുരം റൂറൽ എന്നാണ്. അങ്ങനെ ഒരു പോസ്റ്റേ കേരള പോലീസിലില്ല. പിന്നെ SI എവിടെയാ നീ പോയി ജീവിക്കേണ്ടത്? എവിടെയാ പോയി ഞാനത് അന്വേഷിക്കുകയാണത്. ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെത്. ഇവിടെ ബോൾഡ് ആവുകയും അതാത് സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സന്ധ്യ മാഡവും പറഞ്ഞത് അതാണ്. നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാർ ഒന്ന് വാൺ ചെയ്ത് വിട്ടാൽ മതി. ഈ വാൺ ചെയ്ത് വിട്ടാൽ മതി എന്ന് പറയുന്നതാണ് മറ്റവന്റെ സ്റ്റെപ്പ് ഒന്ന് നമ്മൾ വച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് നിങ്ങളുടെ കണ്ടുപിടിച്ച് തരുമ്പോ അയ്യോ അത് ആ കുഞ്ഞമ്മയുടെ മകനാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന, ഞാൻ തീരുമാനിച്ചു, എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഞാൻ ഇത് കേസായിട്ട് എത്രത്തോളം എന്റെ കേസിലെ ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഞാൻ പോലീസിനെ കൊണ്ട് കണ്ടുപിടിപ്പിക്കുകയല്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ആളെ കണ്ടുപിടിച്ചത് ഇന്ന ആളാണ് ചെയ്തത്, നിങ്ങൾ പോയി ആളെ പൊക്കിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം ഇതാണ് ചേച്ചി, നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോൾ ഇത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അല്ല, നിങ്ങളുടെ ഭാഗത്തല്ല, അപ്പൊ പബ്ലിക്കിന്റെ ഭാഗത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മാഡം പറഞ്ഞ 1-2 ദിവസം പിടിച്ചു. ഞാൻ 2 ദിവസം ആ ദിവസം പിടിച്ച കേസുകൾ ഞങ്ങളിലുണ്ട്. 9 മാസം എടുത്ത കേസുണ്ട്. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇഷ്യൂ. അതായത് തിരുവനന്തപുരത്ത് ഒരു പ്രൊഫഷണൽ കോളേജിലെ ഒരു പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്തിട്ട് ആ കുട്ടിയെ ക്ലാസ്സിലെ സകല പേര് ഒറ്റപ്പെടുത്തി. ആ കുട്ടി ഇടുക്കിക്കാരിയാണ്. ആ കുട്ടിയുടെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങൾ കൂടെ വിളിച്ചിട്ട് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കേണ്ടത് 9 months I took for that enquiry. അവസാനം കിട്ടുന്നത് ആന്ധ്രാപ്രദേശിലെ സിം കാർഡ് വെച്ച് ഉപയോഗിച്ച് അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് അതിൻ്റെ പ്രതി. അതുവരെ ഞങ്ങൾ എന്നിട്ട് അവസാനം പറയുകയാണ് എന്തെങ്കിലും കൂടെ പഠിക്കുന്നതാണ് വിട്ടയ്ക്കാൻ. അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കും. അല്ല സാർ, അതിൽ വേറൊരു കാര്യം. ഇപ്പം നേരത്തെ കുട്ടികൾ പിന്നെ ആൻഡ്രോയിഡ് ക്യാമറ അല്ലെങ്കിൽ ഇത്തരം ക്യാമറയുള്ള ഫോണുകൾ അവർ കലാപരമായി അത് പഠിക്കട്ടെ എന്ന് പറയുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന തിരുവനന്തപുരം നഗരത്തിൽ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടി പെൺകുട്ടികളുടെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് അവന്റെ വളരെ അടുത്ത പെൺകുട്ടിയോട് പറയാം, നീ ഇന്ന് ബാത്റൂമിൽ പോകരുത്, ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, നീ മാത്രം ഇന്ന് പോകാതിരിക്കൂ. ഇത് സ്കൂൾ അധികൃതർ അറിയുകയും ചെയ്തു, ഇത് പൂർണ്ണമായിട്ട് അവർ മറച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കുറ്റവാളിയെ സ്കൂളും സംരക്ഷിക്കും, എല്ലാവരും ഇതിന് ഓപ്പോസിറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നടന്ന സംഭവം. നമുക്ക് ഈ ഡിസംബർ വെക്കേഷനിൽ NSSന്റെ ക്യാമ്പ് നടക്കുന്ന മിക്ക സ്കൂളുകളിലും NSSന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് ആ സ്കൂളിലായിരിക്കണമെന്നില്ല, അവർ മറ്റൊരു സ്കൂളിൽ വെച്ച് നടത്തുക. അങ്ങനെ ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ സ്കൂളിലെ NSS ക്യാമ്പ് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്കൂളിൽ വെച്ച് നടത്തിയപ്പോൾ ഇവർക്ക് ടെമ്പററി ആയിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തത്. ഓല കൊണ്ട് മറച്ചിട്ട് ഗേൾസ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് എനിക്ക് എൻ്റെ ഭാഗം വരുന്നത്, സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നു, സാർ ഞങ്ങളൊരു പെൺകുട്ടിയിൽ നിന്നൊരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പിടിച്ചെടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തെ അതായത് സ്വയം അവകാശപ്പെടുന്ന ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഫോൺ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കൈയും കാലും നേരെ നടക്കില്ല എന്ന് വിരട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഫോൺ കൊണ്ടുവരാൻ പറയും. ആ ഫോൺ കൊണ്ടുവന്ന് അവർ പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ട സീനെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ ഈ കൂടെയുള്ള പെൺകുട്ടികൾ ഈ സന്ധ്യാനേരത്ത് ഈ പറയുന്ന ടെമ്പററി ബാത്റൂമിൽ കയറി കുളിക്കുന്ന രംഗം പകർത്തിയിരിക്കുകയാണ്. ആ കുട്ടി 7 കുട്ടികളുടെ കുളിക്കുന്ന രംഗം പകർത്തിയിട്ടുണ്ട് അതിനകത്ത്. ഇതുകൊണ്ടാണ് ആ ഭീഷണി വന്നത് തന്നെ. 4 പീസായിട്ടാണ് ഈ കുട്ടിയെ അത് പിടിക്കുന്നത്. അപ്പോൾ ഇത്തരം ഭീഷണികൾ സ്കൂൾ അധികാരികൾക്ക് വരുന്നു. പക്ഷേ ഞങ്ങൾ അവസാനം വേറെ അത് ഈ പറഞ്ഞ കുട്ടിയുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അത് വനിതാ സെല്ലിലോട്ടാണ് കൊടുത്തത്. കാരണം എല്ലാം ഗേൾസിൻ്റെ വിഷയം ആയതുകൊണ്ടും അങ്ങോട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ
സാർ ഒരു പരിധിവരെ പിന്നെ വളരെ കർക്കശമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഇതിലേക്ക് നിയമത്തിൽ അങ്ങനെയാണ്. ഈ നിയമം എനിക്ക് ലൈക്കും ഷെയറും ഒക്കെ സെയിം റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളൊരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ലൈക്ക് ചെയ്യുന്ന ആൾ അതേ നെഗറ്റീവ് ഇന്റൻഷനോട് കൂടിയാണ് ലൈക്ക് ചെയ്യുന്നതെങ്കിൽ ഹി ഈസ് ഓൾസോ ലയബിൾ. പലർക്കും അറിയാത്തൊരു കാര്യം, ഇപ്പൊ പെൺകുട്ടികൾ തന്നെ സെൽഫീസ് എടുക്കുക, അതായത് ഈ ഫോൺ ഡിലീറ്റ് ചെയ്താൽ ആ ഫോട്ടോസ് ഒക്കെ പോകും, അല്ലെങ്കിൽ ആ വീഡിയോസ് പോകും. അതുപോലെ സ്വകാര്യ നിമിഷങ്ങൾ പിന്നെ ഭാര്യ ഭർത്താക്കന്മാര് ഷൂട്ട് ചെയ്യുക ഫോണിൽ, ചുമ്മാ ഫണ്ടിന് വേണ്ടി എടുക്കുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്താൽ അത് പോകും എന്നുള്ളത് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ്. അത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല. ഇപ്പൊ കുറച്ചുകൂടെ അതാണ് റിപ്പയർ. പല വീഡിയോസും ലീക്ക് പുറത്തുപോയ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് ഇവിടെ. പണ്ട് അതിന് നസീറിന്റെ പടത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു, വെളുക്കുമ്പം കുളിക്കുന്ന നേരത്തെ പിന്നിൽ നിന്ന് സോപ്പിട്ട് തന്നവനെയാണ്. ഇന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ വെളുക്കുമ്പം കുളിക്കുന്ന നേരത്തെ പിന്നിൽ നിന്ന് ക്യാമറ വെച്ചവനെ എന്നാണ് പറയേണ്ടത്. കുളി കണ്ടിട്ടുണ്ട്. അല്ല, ഞാനത് പറയാൻ അർത്ഥമുള്ള കാര്യം പറയാൻ വരികയാണ്. സമ്മതി എന്താന്ന് വെച്ചാൽ ഗായത്രി ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്. അങ്ങനെ ഗായത്രി ചേച്ചിയെ പോലുള്ളവരോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന നടിമാരെ പോലുള്ള ആരെങ്കിലും ഉള്ളവരോ ചേച്ചിയെ പോലെ ആരെങ്കിലും ഉള്ള സെലിബ്രിറ്റികളെ പറ്റി ആൾക്കാർ മോശമായി ഇങ്ങനെ പറയുമ്പോൾ പിറ്റേന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവൻ പല്ല് കേൾക്കാനായിട്ട് വായിൽ തപ്പുമ്പോൾ പല്ല് കാണത്തില്ല. അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇതൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, കൂട്ടുകാരൊക്കെ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റിയെ പറ്റിയോ എന്റെ ബന്ധുക്കാരി ഒരു പെൺകുച്ചിനെ പറ്റിയോ അക്കൗണ്ട് ഒന്ന് ഹാക്ക് ചെയ്ത് ഇദ്ദേഹം എന്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണേ. ഞാനൊരു 3rd ഇയർ ബിടെക് സ്റ്റുഡൻ്റ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജിയാണ് എൻ്റെ ട്രേഡ്. അപ്പോൾ എനിക്കറിയാം, കാരണം ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2000 ശേഷമുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മളെ ടെക്നോളജി ഇത്രയും മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടെക്നോളജി വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇനി നമുക്ക് ഇപ്പോൾ ഒളി ക്യാമറ ആണെങ്കിൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇതിനേക്കാളും വലിയ വിപത്തുകൾ ഇനി നമ്മൾ നേരിടാനിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തന്നെ നമ്മളൊരു വ്യക്തമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് ആ കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ സഹോദരിയുടെ അക്കൗണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു വ്യക്തമായ ഒരു നിയമം ആയിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ അത് വിപത്തായിട്ട് വരും. ചിലപ്പോൾ നമുക്കായിരിക്കും സംഭവിക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു വിപത്തിന് വരാനില്ല. നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഇത് ഒരു വാൺ ചെയ്ത് വിട്ടാൽ മതി. പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റിയായ ഗായത്രിയും ഇഷ്ടമുള്ള സെലിബ്രിറ്റി എനിക്ക് അറിയാവുന്ന ബന്ധുക്കാരി കൊച്ചോ ആണെങ്കിൽ ഞാൻ കാണില്ല, അല്ലെങ്കിൽ ഞാൻ കാണും. അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ട്. ഇപ്പൊ എന്റെ കേസ് പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ വീഡിയോയുടെ കേസ് അറിയാത്ത ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ, എന്താ ഒന്ന് കാണണല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്നോട് സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട്. ഇപ്പൊ സാറ് പറഞ്ഞ സത്യമാണ്. കാരണം സൈബർ സെല്ലിൽ നമുക്ക് നിയമങ്ങൾ ഒരുപാടുണ്ട്, അത് വളരെ സ്ട്രിക്റ്റുമാണ്. പക്ഷെ നമ്മൾ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഓക്കെ വോൺ ചെയ്ത് വിട്ടാൽ മതി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും മാറും. ഗ്രൂപ്പില് ഫോക്കസ് ചെയ്ത് നീങ്ങേണ്ട ഒരു അന്വേഷണമേ ഒരു രീതിയല്ല. വയസ്സായ ആളുകൾ മുതൽക്ക് എല്ലാവരും അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഞങ്ങളുടെ സൈബർ സെല്ലുകളിൽ, അതായത് 19 സെല്ലുകളിലും ഞങ്ങൾ ഹൈടെക് സെല്ലിലും ഒക്കെ കൂടെ ചേർത്ത് ഒരു വർഷം ഏകദേശം ഒരു നല്ല രീതിയിൽ പറയാം 25,000 കംപ്ലൈൻസിന് മുകളിൽ വരുന്നുണ്ട് എല്ലായിടത്തും. പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ ഇതിനകത്ത് എത്ര എണ്ണം കേസായി മാറുന്നു, അതായത് സൈബർ പോലീസ്, എത്ര എണ്ണം സൈബർ പോലീസ് സ്റ്റേഷനുണ്ട് നമുക്ക്. അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ അധികാരങ്ങളും ഉള്ള സ്ഥലമാണ് ഈ സൈബർ പോലീസ് സ്റ്റേഷൻ. അവിടെ പൊതുജനങ്ങൾക്ക് ഡയറക്റ്റ് അപ്രോച്ച് ഇല്ല. ഇത്തരം ഞങ്ങളുടെ സൈബർ സെല്ലുകളും ഹൈടെക് സെല്ലും അന്വേഷിച്ചിട്ട് കേസെടുക്കണമെന്നുള്ളത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കേസുകൾ വളരെ വളരെ കുറവാണ്. വളരെ കുറവാണെന്ന് പറഞ്ഞാൽ 200-ൽ താഴെയാണ്. അതിന്റെ കാരണം എന്താ സാർ? അതിന്റെ കാരണം ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. സാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇന്ന ആളുടെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോ പോലീസിന് സ്വമേധയാ ഇത് എടുക്കാൻ വകുപ്പില്ല. അവിടെ ഇപ്പൊ എല്ലാവർക്കും അതിന് മനസ്സുണ്ടാവണം എന്നില്ലല്ലോ സാർ. പലരും മടിക്കും പോലീസ് സ്റ്റേഷനിൽ കയറാനും ഇറങ്ങാനും. അപ്പൊ പോലീസിന് പോലീസ് സ്റ്റേഷനിൽ കയറാനും ഇറങ്ങാനും ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ് ശ്രദ്ധിച്ചില്ലായിരുന്നോ, നമുക്കിപ്പോ എല്ലാത്തിനും
ഇമെയിൽ വഴി പരാതിപ്പെടാനുള്ള സൗകര്യങ്ങളാണ് ഞാൻ പോയില്ലല്ലോ. നിങ്ങൾ ഇദ്ദേഹം എന്റെ ഓഫീസിൽ വന്നിട്ടേ ഇല്ല. സംഗീതാ മോഹൻ ഒരാളിനെ മാത്രമേ എനിക്കറിയാവൂ. അല്ല ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ. അറിയുന്ന ഒരു വ്യക്തി അങ്ങനെ അറിയണം. സാധാരണക്കാരനും അങ്ങനെ തന്നെയാണ് വേണം. നമ്മൾ അറിയണം. അല്ല അവർക്ക് അറിയില്ല എന്ന് ഞാൻ പറയണം. അത് എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ സമം തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, അതായത് കേരള പോലീസിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, keralapolice.org അല്ലെങ്കിൽ .gov.in. അതിനകത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ്, അതായത് ഒരുവിധം സീനിയേഴ്സിന്റെ എല്ലാം മൊബൈൽ നമ്പർ കൊടുത്ത് ട്രാൻസ്പാരൻസിയാണ്. നിങ്ങൾക്ക് എപ്പോഴും വേണം വിളിക്കാം. ഞങ്ങളുടെ തന്നെ ഒരു കേരള പോലീസ് മെസ്സേജ് സെന്റർ ഉണ്ട്, 94979, പിന്നെ എല്ലാം സീറോസ്. മെസ്സേജ് വഴി കംപ്ലൈന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം നിലവിലിരിക്കുകയാണ്. അറിയില്ല ആർക്കും അല്ലേ? അതാണ് കാണുന്ന ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ ഒരു അവയർനെസ് ഈ കാര്യത്തിൽ പൊതുജനത്തിന് നൽകേണ്ടത് വളരെ. നമ്മള് കറണ്ട് സേവ് ചെയ്യാന്ന് പറഞ്ഞ സെലിബ്രിറ്റീസിനെ വെച്ച് ഇല്ല സാർ, ഇപ്പൊ സെലിബ്രിറ്റീസിനെ വെച്ച് മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയും കറണ്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സൂക്ഷിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ ഇത്തരം അവയർനെസ് കൂടെ ഈ ഇതേപോലെ സെലിബ്രിറ്റീസിനെ വെച്ചെടുത്ത് പൊതുജനത്തിന് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊരു അവയർനെസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കടമയല്ലേ. ഇത് അടുത്തിടെയായിട്ട് TV-യിൽ ഒരു ആഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോട്ടോകൾ നിങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നെറ്റ് ഒരു ചതിക്കുഴിയുടെ ലോകമാണെന്ന് പറഞ്ഞു. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തോ TV-യിൽ കണ്ടിട്ടുണ്ട്. അതല്ല നമ്മൾ ബോധവൽക്കരണം അതായത് ഇന്ന നമ്പറിൽ അപ്രോച്ച് ചെയ്യണം. ഇത് ഞങ്ങളുടെ ഇതിലുള്ളതുമാണ്. ഇങ്ങനെ ഒരു പബ്ലിക് അവയർനെസ്, അതായത് സ്ക്രീനിൽ റോഡ് സൈഡിലും നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യാജ CD ഇറങ്ങിയ സമയത്ത് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. അത് നിന്നുവോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ ഈ ഹോട്ടലിലുള്ള ഈ ഏറ്റവും കൂടുതൽ ഒളി ക്യാമറകൾ വെച്ചിരിക്കുന്നത് ബാത്റൂമുകളിലും ഹോട്ടലുകളിലും പല ഷോപ്സിലൊക്കെയാണ്. ഇത്തരം ഒളി ക്യാമറകളെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹേമേന്ദ്രൻ സാർ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹിഡൻ ക്യാമറ ഫൈൻഡർ. അല്ല, അതിപ്പോ അത് ഈ പറയുന്ന അത് പൊതുജനങ്ങൾ എല്ലാവരും എല്ലാവർക്കും കൊണ്ടു നടക്കാൻ സെലിബ്രിറ്റികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രമല്ല പ്രശ്നം ഉണ്ടാവണം. സാധാരണ ഒരു സംഭവം ഞാൻ പറയാം മാഡം. ഒരു 4 വർഷം മുന്നേ നടന്നതാണ്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു സാധാരണ മീൻ വിൽപ്പനക്കാരനാണ്, അവിടെ വാടക താമസിക്കാൻ വന്നതാണ്. അവർ ഒരു +2-നും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുള്ള അമ്മയും അച്ഛനും 2 മക്കളുമാണ്. അത് ഒരു ദിവസം എടുക്കുമ്പോൾ ഒരു അമ്മ പുറകെ വിളിച്ചുകൊണ്ട് ഓടുകയാണ്, ഒരാളുടെ പുറകെ. ആ ഫോണിങ് തൊടാം. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇയാൾ ഒന്നും ഇല്ല ചെയ്യുന്ന ഒരു പട്ടി അയാളുടെ കയ്യിലുണ്ട്. ഇവരുടെ ദേഹത്തോട്ട് അത് കുറച്ച് ചാടുന്നുണ്ട്. ഇയാൾ ഫോൺ വെച്ചിട്ട് എന്തൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിയും. അവർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ കൈ കിട്ടി അവർ മടലെടുത്ത് ഒറ്റ അടി കൊടുത്തയാൾ. അപ്പോൾ ഫോണങ്ങ് താഴെ വീണു. ഉടനെ പറഞ്ഞാൽ ഇല്ല അതിനകത്തൊന്നും ഇല്ല. ഉടനെ ബാക്കിൽ സംഭവം അവരുടെ +2-ന് പഠിക്കുന്ന ആ കുട്ടി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ബാത്റൂം എടുത്ത് ഈ കുട്ടി ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ. ഈ കുട്ടി ആ നനഞ്ഞ വേഷത്തിൽ ഇറങ്ങി ഓടി. അത് 2 ദിവസത്തേക്ക് പനിയായിരുന്നു. അത് കണ്ടിട്ട് ഈ കുട്ടിയുടെ നിലവിളി കേട്ടിട്ട് അതിൻ്റെ അമ്മ ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയത്ത് ആരും ഇല്ല. അവരിങ്ങനെ കുറേ ഓടി വന്നാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കരയുമായിരുന്നു. അയാൾക്ക് നല്ല പൊക്കമുള്ള അയാളുടെ മോളെ +2-ന് പഠിക്കുമോ. ഇപ്പോൾ എല്ലാവരും സംസാരിച്ച മൊത്തം കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെയാണ്. അങ്ങനെയുള്ളവരെ പണിഷ് ചെയ്യണം, നല്ലപോലെ പണിഷ് ചെയ്യണം. അല്ല ഇതേ സാർ, ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്ലംബർ വാട്ടർ ഹീറ്ററിനോട് ചേർത്ത് അല്ലെ ക്യാമറ വെച്ചു. എന്നിട്ട് എത്രയോ ദിവസങ്ങളായിട്ട് അദ്ദേഹം വീട്ടിലിരുന്ന് കണ്ടോണ്ടിരിക്കുക. ഷെയർ ചെയ്തിട്ടില്ല ഭാഗ്യത്തിന്. വീട്ടിലിരുന്ന് പുള്ളി സ്വയം നേരത്തെ ഈ പറഞ്ഞ മാതിരി ഒരു കുളക്കടവിൽ കുളി കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നിരിക്കാം. അപ്പൊ പുള്ളിക്ക് കുറെ നാളായിട്ട് അത് കാണാൻ പറ്റാത്ത സങ്കടം പുള്ളി നോക്കി. അപ്പൊ അത്തരം അത് അവര് പോലും നിയമപരമായിട്ട് അവരും മുന്നോട്ട് വന്നില്ല. ഒരാളെ വ്യക്തമായിട്ട് പിടിച്ചു. അയാളാണ് ക്യാമറ. നമ്മളൊരു അതായത് ഒരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നവരാണ്. ഞാൻ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കുറെ നാൾ ജോലി ചെയ്തു, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന. അവിടെ ഒരു കുറ്റകൃത്യം നടന്നാൽ ഉടനെ പിറ്റേ ദിവസം അവിടുത്തെ കസ്റ്റമറി കോർട്ടിൽ കൊണ്ടുപോകുന്നു, അവനെ ജയിലടയ്ക്കും. പക്ഷെ നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളിലും ടെക്നിക്കൽ എവിഡൻസ് എടുക്കാനുള്ളതുണ്ട്, ടെക്നിക്കൽ ലാബിൽ പോയി എവിഡൻസ് എടുക്കാനുണ്ട്. ഇതിനൊക്കെയുള്ള ടൈം സംഭവിച്ചിട്ട് 4-5 വർഷമായില്ലേ? ഇല്ല കഴിഞ്ഞ വർഷം നടന്നത്. ഈ പേരൂർക്കട NCC റോഡ് ഭാഗത്ത് നടന്നത് അത് പിന്നെ ഒരു വർഷം ആകുന്നുള്ളൂ. പക്ഷെ ഇതിനൊക്കെ ലാബ് റിപ്പോർട്ട് കിട്ടാനുണ്ട്, അനാലിസിസ് റിപ്പോർട്ട് കിട്ടാനുണ്ട്. ഇവിടെ അതിനാണ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രയലിലേക്ക് പോവാണ് കോടതി.
കോടതി പിന്നെ അതിന്റെ സമയം സാധാരണ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ഇപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ ഒരു വർഷം നീളുമ്പോ അവർ നോർമലി അതിൽ നിന്ന് വിട്ടുപോകില്ലേ? ബുദ്ധിമുട്ട് ഓർക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ. ഇല്ല, അത് ഇന്ന് സൈബർ ലോകം വന്നതിന് ശേഷമല്ല, ഒന്നുമല്ല. ഇതൊരു പ്രൊസീജിയർ ഉള്ളതാ. അത് നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. പോലും അല്ല, അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്യാത്ത ആളും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് വെച്ചിട്ടാണ് അത് വ്യക്തമായി അറിഞ്ഞാലും അതിനൊരു പ്രൊസീജിയർ. ഇത് കണ്ട ഉടനെ വെട്ടിക്കൊല്ലുന്ന രാജ്യമൊന്നുമല്ല നമ്മള്. ഒരു ശിക്ഷ നമുക്ക് തന്നെ അറിയാം, പ്രശസ്തമായ ഒരു വലിയ കേസിൽ നമ്മൾ കുറെ പേരെ ശിക്ഷയുടെ അങ്ങേ അറ്റം വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നീട് അതല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള നാടാണ് എന്നുള്ളത് സത്യമാണ്. സത്യമാണ്. നിയമത്തെ നമുക്ക് ഭയമില്ല. അതാണ് സർ ആദ്യം നമ്മൾ കണ്ടത്. സൈബറിൽ മാത്രമല്ല, അല്ലാതെ പൊതുവെ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ, IT ആക്ട് വരുന്നത് 2000-ലാണ്. അതിനു മുമ്പും നമ്മുടെ നാട്ടിൽ ക്രൈംസ് ഒരുപാടുണ്ട്. അത് ഈ മേഖല, അതായത് കമ്പ്യൂട്ടർ എന്നോ അല്ലെങ്കിൽ ഫോണോ എന്ന മാധ്യമം അല്ലാത്ത മേഖലകളിലെ ക്രൈം സിസ്റ്റം പോലെ ഉണ്ട്. 1860-ലാണ് IPC ഉണ്ടായത്. അപ്പോൾ ഈ ക്രൈംസ് എന്ന് പറയുന്നത് പണ്ടുകൊണ്ട് അതിനുള്ള ആ പ്രൊസീജിയർ തീർത്താണ് ഓരോരുത്തരും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. പലപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. സമീറ കുറെ നാൾ വിദേശത്തായിരുന്നു, അതെ അല്ലേ? അവിടെ എങ്ങനെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്? ഞാൻ ജീവിച്ചിരുന്ന സൗദി അറേബ്യയിലായിരുന്നു. അവിടുത്തെ ശിക്ഷകൾ പ്രശസ്തമാണല്ലോ. വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടാകുകയും പിന്നെ ഇങ്ങനത്തെ ക്രൈം ചെയ്യാൻ ഈ നിയമത്തെ പേടിയുള്ളവർ പലരും ഭയക്കുന്നുണ്ടെങ്കിലും വളരെയധികം ക്രൈം റെക്കോർഡ്സ് അവിടെയും. നേരത്തെ ഇപ്പൊ സമീറ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 100 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി. ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദനം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. അവിടെയൊക്കെ ക്രൈംസ് കുറവാണ്. പോപ്പുലേഷൻ വളരെ കുറവാണ്. നമ്മുടെമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത്. ജേഷ്ഠൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്നറിയാം, ഈ ഇടയ്ക്ക് ഒരു വാട്സാപ്പിൽ എനിക്ക് വന്ന ഒരു എല്ലാ മിക്കവാറും ആൾക്കാർ കിട്ടിക്കാണും. അതായത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാൻ തിരിക്കുമ്പോൾ വൈഫിൻ്റെ ഒരു ഉപദേശമുള്ള, അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയാമോ അല്ലെങ്കിൽ പിന്നെ അമിതാഭ് ബച്ചനെ അറിയാമോ എന്നൊക്കെ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും. അറിഞ്ഞുകൂടാന്നൊന്നും പറഞ്ഞു കളയരുത്. അവിടെ മലയാളികളെന്ന് പറഞ്ഞൊരു വർഗ്ഗമുണ്ട്, അവർ കയറി ഫേസ്ബുക്കിൽ കൂടെ പൊങ്കാലയിട്ട് കളയുമെന്നും പറഞ്ഞൊരു സാധനം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റു രാജ്യക്കാർക്ക് ഇതിന് സമയമില്ല. ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെക്കണമെന്നുണ്ട്. അത് എഴുതി വെച്ചിട്ടും ഉണ്ടാവും. ആ കടയിലുള്ള ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗിയായിരിക്കും അത് തിരിച്ച് താഴേക്ക് വെച്ചത്. അല്ലാതെ അത് വെക്കുന്നതിന്റെ പർപ്പസ് ഇപ്പൊ ഫാബ് ഇന്ത്യയിൽ തന്നെ ഒരാളാണ് ചെയ്തത്, ഒരു സ്റ്റാഫ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഷൂട്ട് ചെയ്യുന്ന ഒരു വീടുണ്ട്. അവിടെ ഉണ്ടോ? അത് ഭയങ്കര ഇഷ്യൂ ആയതാണ്. ആ വീട്ടിൽ മറ്റേ റൂമിലിരുന്ന ആള് കണ്ടോണ്ടിരിക്കുകയാണിത്. അതിനു മുമ്പ് ചേച്ചി എന്തെങ്കിലും ആഡ് ഷൂട്ടിനോ എന്തെങ്കിലും അവിടെ പോയിരുന്നെങ്കിൽ ചേച്ചിയും അതിൻ്റെ അകത്തൊരു ഏരിയ ആയേനെ. അത്രേ ഉള്ളൂ. അത് പുറത്തു വന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാല് ഇങ്ങോട്ട് ടേൺ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തിരിച്ച് ചുമരിലേക്ക് അങ്ങ് വെക്കും. കണ്ടതിന് ശേഷം, ഇത് ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ ടേൺ ചെയ്ത് ചുമരിലേക്ക് വെക്കും. അല്ല, നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇവിടെ? അത് ഇഷ്യൂ ആയതിനു ശേഷം അത് ഫുൾ എല്ലാം മാറ്റി എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ആരും അവിടെ ഷൂട്ടിങ്ങിന് പോകാറില്ല. നമുക്ക് സോന നായർ എന്താ പറയുന്നത് നോക്കാം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏവർക്കും അറിയാം, ഒരുപാട് വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ആർട്ടിസ്റ്റുകൾക്ക് മേലിലുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നടിമാർക്ക് മേലിൽ ചുമത്തുന്ന കുറേ ആരോപണങ്ങൾ. അത് വളരെ ശോകം, വളരെ വളരെ ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫേസ്ബുക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പറ്റി എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ അത് ഇഗ്നോർ ചെയ്യാണ് പതിവ്. കാരണം എനിക്ക് എന്നെ അറിയാം, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ അറിയാം, എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം. ലോകത്തെ മൊത്തത്തിൽ ഞാൻ ആരാണെന്ന് അറിയിക്കുന്നതിൻ്റെ ഒരു താല്പര്യം എനിക്കില്ല. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരങ്ങളിലുള്ള ചെറിയ സംഭവങ്ങൾ വളരെ വൈകൃതമായ മനസ്സുകളിൽ നിന്നുകൊണ്ട് ചിലരുണ്ടാക്കിയെടുക്കുന്ന ചില വൻ സംഭവങ്ങളെ നമ്മൾ വൻ സംഭവങ്ങളാക്കി മാറ്റാതിരുന്നാൽ കുറേ കൂടി അത് നമ്മളതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ട്രസ് എന്നുള്ളൊരു നിലയിൽ എനിക്ക് കൂടുതലും എടുത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം. കാരണം ചെറിയൊരു സംഭവത്തിനെ പോലും നമ്മൾ പെരുപ്പിക്കുക എന്നുള്ളൊരു ഇതും സൈബർ സെല്ലിലേക്ക് അത് പോകുമ്പോൾ, സൈബർ സെല്ലിൽ എന്ന് പറയുമ്പം ഒരു നടിമാരുടെയോ ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തികളുടെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ അവർ അതിനെ കവർ ചെയ്യാനോ ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി മാത്രം അവർക്ക് 100,000 പ്രശ്നങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് അതപ്പം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. സംഗീതയും ഗായത്രിയും പറഞ്ഞു
അവരൊരു കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന് തന്നപ്പോൾ ഉടനെ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം സോനയുടെ ഒരു കമൻറ്റിൽ പറയുന്നു പല സീരിയൽ നടികളും അവിടെ വന്ന് പരാതിപ്പെട്ടിട്ടും നടപടി എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇല്ല, അങ്ങനെ വന്നിട്ടില്ല നടപടി. ഇപ്പോൾ അത് സോന പറഞ്ഞതിലൊരു കാര്യം മാഡം ശ്രദ്ധിച്ചു കാണും. അവർക്ക് ഇവരുടെ മാത്രം കാര്യങ്ങൾ നോക്കാനെന്നല്ല, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് സെലിബ്രിറ്റി ആണ്, അല്ലെങ്കിൽ ഇത് സെലിബ്രിറ്റി അല്ല, അല്ലെങ്കിൽ പൊളിറ്റീഷ്യനാണ്, ഇത് മന്ത്രിയാണ്, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. മാക്സിമം, അത് പറയാതിരിക്കാൻ വയ്യ, മാക്സിമം ഞങ്ങൾ അവരെ സഹായിക്കത്തേ ഉള്ളൂ. പിന്നെ ചില നേരത്തെ പുള്ളി പറഞ്ഞതുപോലെ ചിലത് സ്പൂഫ് ചെയ്ത് പോകുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലിരുന്നും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന, മിക്കവാറും ഗൾഫ് കൺട്രീസിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൊക്കെ വരുമ്പോൾ അവിടെ നിന്നുള്ള ബാക്കി വിവരങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി വഴി കൺട്രി ടു കൺട്രി ട്രീറ്റി സൈൻ ചെയ്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ ആ പ്രൊസീജിയർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലരുടെ കാര്യങ്ങൾ ഡിലേ ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഇനി അതങ്ങ് പോയി. പക്ഷെ ഞങ്ങളുടെ ഫയലുകൾ ക്ലോസ് ആവുന്നില്ല. അല്ല, അതിനകത്തും കൊണ്ടൊരു പ്രശ്നം. ഇപ്പോൾ സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഫാബിൻ്റെ അത്രയും നമുക്കൊരു ഹൈപ്പിലേക്ക് വന്ന് നമ്മൾ ജനങ്ങൾ അറിഞ്ഞത്. അതുപോലെ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അതറിയില്ല. ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ പോയനെ, നമ്മൾ പോലും അറിയില്ല, ഒരു സംഭവം അറിയില്ല. അത് തെറ്റാ. നേരത്തെ കാണിച്ചത് കോഴിക്കോട് സാഗർ റെസ്റ്റോറന്റ് നടന്ന സാധാരണ ഇന്ത്യയുടെ മൊത്തം കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇത് പുറത്തു വരുന്നു എന്നുള്ളതാണ്. വേറൊരു സംഭവമുണ്ട് സാർ. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇത്ര കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലേ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഇമെയിൽ വലിയ എമൗണ്ടാണ് വരുന്നത്. ഇത് ഞങ്ങൾ വന്നതിൽ എനിക്ക് വന്നതിൽ വിഷമത്തോടെ പറയുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ ഇത് നേരത്തെ ഗായത്രി പറഞ്ഞതുപോലെ ഇതൊന്നും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വരുന്നതല്ല, എല്ലാം ഹൈ പ്രൊഫൈൽഡ് ആൾക്കാരാണ്. അതിലൊരാൾക്ക് സംഭവിച്ചത് തൃപ്പൂണിത്തുറ ഒരാൾ റിട്ടയർഡ് ഫ്രം എ വെരി ബിഗ് കമ്പനി ആസ് എ സീനിയർ മാനേജർ 90 lakhs ആണ് ഇത് അങ്ങോട്ടടക്കുകയാണ്. ഇവിടുത്തെ ലോട്ടറി എന്ന് പറയുന്നത് ഓരോ ചാർജാണ്. പ്രോസസ് ചാർജ്, ആൻറ്റി ടെററിസം ചാർജ്, റിസർവ് ബാങ്ക് ക്ലിയറൻസ് ചാർജ്, കസ്റ്റംസ് ചാർജ് എന്ന് വേണ്ട ചാർജുകളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കണം. അയാൾക്കാ ലോട്ടറി അടിക്കുന്നത്. ഈ മനുഷ്യൻ 90 ലക്ഷം നഷ്ടപ്പെട്ടതിന് ശേഷം പുള്ളി സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ചതിക്കപ്പെടുകയാണോ എന്ന്. 90 ലക്ഷം പോയതിന് ശേഷമാണ്. തിരുവനന്തപുരത്ത് ഒരു ലേഡി ഡോക്ടർ 18 ലക്ഷം ആയപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്, ഇത് ചതിയാണോ? സാർ, ഇത് എന്റെ വീട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇതുപോലെ ഒരു ഇമെയിലിന് റിപ്ലൈ ചെയ്ത് $500 വരെ എത്തിയപ്പോ ഞങ്ങൾ അറിഞ്ഞു. പുള്ളി വിദേശത്തായിരുന്നപ്പോഴാണ്. പണമാണല്ലോ അധികം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യമില്ല. ഇത് പക്കാ ചതിയാണ്. അതുപോലെ മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ, നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്ത് ഞങ്ങൾ അടിച്ചിരിക്കുന്നു, ഇത്തരം ഒരു കാരണവശാലും റെസ്പോണ്ട് ചെയ്യരുതെന്ന് മാത്രമേ. പിന്നെ പാസ്വേഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വകാര്യ സ്വത്തുക്കളാണ്. ഇതാര് ചോദിച്ചാലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഇത് ഞാൻ ബാങ്കിന്റെ സ്റ്റാഫാണ്, അതിന്റെ മാനേജറാണ്. നിങ്ങളുടെ പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു സർവ്വസാധാരണ ചെയ്യുന്ന ഒരു ബാങ്ക് മാനേജർ നമുക്ക് വിളിച്ചു പറയും കേട്ടോ നിങ്ങളുടെ പിന്നെ. ഈ അവസരത്തില് ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാം. റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, നമുക്കിപ്പോൾ ഒരു നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. നമുക്കിപ്പോൾ ഓൺലൈൻ ബിസിനസിന്റെ കാലഘട്ടമാണ്. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ എന്ന് വേണ്ട കമ്പനികളാണ് ഇപ്പോൾ മിക്കവാറും ചെറുപ്പക്കാര് ഇവിടെ പർച്ചേസ് മുഴുവൻ. അവരാരും ഒരു കടകളിലും പോകാറില്ല. ഇപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുന്നു, വരുന്നു സാധനങ്ങളൊക്കെ. നല്ല 4 കമ്പനി ഉണ്ടെങ്കിൽ 40 മോശം കമ്പനി കാണും. ട്രസ്റ്റഡ് അല്ലാത്ത ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങൾ ചോദിക്കാനായിട്ട് ഒരാൾ വിളിക്കുമ്പോൾ വേറൊരു കക്ഷി അയാളുടെ അടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ വിഷിങ് എന്നാ പറയുക, ഫോൺ ചെയ്തെടുക്കുന്നതാണ്. ഒരാൾ ഒരു കമ്പനി കയറി ഒരു സംഭവത്തിന് ഓർഡർ കൊടുത്ത് മേക്ക് പേയ്മെൻറ്റിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ പറഞ്ഞു കൊടുത്താൽ അടുത്ത സെൻറ്റൻസ് അവൻ്റെത്, നിങ്ങൾക്കൊരു OTP അയക്കുന്നുണ്ട്, 1 ടൈം പാസ്വേഡ് അയക്കുന്നുണ്ട്, അതുകൂടെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയും. ഇതിവിടെ അടിക്കാനാ, ഈ കമ്പനിയിലേക്ക് അടിക്കാനാ. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് OTP വരികയില്ലേ, കമ്പനിയിൽ നിന്ന് അയച്ചു തന്നിരിക്കുക 1 ടൈം പാസ്വേഡ്, അതുകൂടെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ 60,000 രൂപയുടെ പർച്ചേസ് നടന്നതായിട്ടൊരു ബില്ല് വരും, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും, അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറിയതായിട്ട് വരും. അതുകൊണ്ട് ഇതൊന്നും തന്നെ ഇത് കംപ്ലൈന്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ.
വളരെ നമ്മുടെ ആൾക്കാരെ മാത്രമല്ല വേൾഡ് വൈഡ് ഈ ചതി നടക്കുന്നുണ്ട്. ഇത് മലയാളികളെ മാത്രമല്ല, ഇഷ്ടം പോലെ ദുബായിലായാലും എവിടെ പോയിരുന്നാലും ഇതേ ചതി അനുഭവിക്കുന്നവരെ നമുക്കറിയാം. നമ്മളിപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ സാറ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു മാർഗനിർദ്ദേശമുണ്ട്. മാഡം ഇപ്പോൾ പറഞ്ഞ നമ്മൾ സേഫ് അല്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. നമ്മളെല്ലാവരും സേഫാണ്. പക്ഷേ നമ്മൾ എടുത്തു ചാടുകയാണ് ചില രംഗങ്ങളിലൊക്കെ. ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്തൊരു യുവതലമുറ, അരുത് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു തലമുറ, അത് വലിയവരും അതെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സേഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രംഗം സേഫായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം നേരത്തെ മാഡം തന്നെ പറഞ്ഞു, മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു സ്വഭാവം, കാരണം അയ്യോ പാവം ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഉടനെ തിരിച്ച് വിളിക്കുക. അതാണ് കുറേ പ്രേമങ്ങളിലേക്ക് പോകുന്നത്. അതായത് അൺനോൺ പ്രേമങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ എന്തോ ഈ ചില നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ ഇൻറ്റിമസി ഉള്ള വാക്കുകൾ കിട്ടുന്ന രംഗങ്ങളാണ് ഇതിനകത്ത്. ബിക്കോസ് ഇറ്റ് ഈസ് അനോണിമസ്. അവിടെ നിന്ന് വരുന്ന ചക്കരയെ കുട്ട എന്നുള്ള വിളികളിലേക്ക് ആകർഷ്ടരാവുക. വീട്ടിൽ വിളിക്കുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ റാഷായിട്ടായിരിക്കും. എടാ പോടാന്നുള്ള ഈ കഴുത പോത്തെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവം. അപ്പോൾ ഇപ്പുറത്ത് ഈ സ്ക്രീനിൻ്റെ ബാക്കിലിരിക്കുന്ന അൺനോൺ പേഴ്സൺ ആരെന്ന് പോലും അറിയുന്നില്ല. അത് 72 years old ആണോ 18 വയസ്സാണോ എന്നൊന്നും അറിയാതെ ഈ വിളിക്കുന്ന ചക്കരയിലും കുട്ടലും ആകർഷ്ടാവാതിരിക്കും. അങ്ങനെയാണല്ലോ ഒരു സ്ത്രീ ഒരാൾ വിളിച്ചിട്ട് വന്നല്ലോ. അതെ, ഫേസ്ബുക്ക് വഴി അങ്ങനെ അതെ 72 വയസ്സ് ബോധം കെട്ട് വീഴുന്നത്. അപ്പൊ ഇത്തരം രംഗങ്ങളില് നമ്മളിതൊരു ഫാന്റസി, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള രംഗങ്ങളൊക്കെ ഒരു ഫാന്റസി വേൾഡ് ആണെന്നും ഇത് റിയൽ അല്ല എന്നും മനസ്സിലാക്കാൻ വിർച്വൽ വേൾഡാണത്. പിന്നെ നടക്കുന്ന ചില വലിയ സൈബർ ക്രൈംസ് അത് നമുക്ക് അങ്ങനെ ഒരു പ്രൊയാക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇത് സേഫാണ്. സേഫായ രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഒരു നല്ല ശതമാനം ഇത്തരം രംഗങ്ങളെ മോശമായി ചിത്രീകരിക്കാനും മോശമായി കണ്ട് ഷൈൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അത് അപ്പോഴപ്പോഴും പ്രതികരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുക. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കേരള പോലീസിലുണ്ട്. വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ വളരെ സന്തോഷം പകരുന്ന ഒരു ചർച്ച തന്നെയായിരുന്നു ഇന്നിവിടെ നടന്നത്. നമുക്ക് സമൂഹത്തിന് പറയാൻ മാധ്യമം ഇതൊരു വിഷ്വൽ മീഡിയയാണ്. ഈ മീഡിയയിൽ നിന്ന് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കുക. എസ്പെഷ്യലി അമ്മമാർ അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അവരെ എത്രമാത്രം അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. സ്കൂളുകളിൽ മൊബൈൽ കൊടുത്തയക്കാതിരിക്കുക. അതുപോലെ വാട്സപ്പും പിന്നെ മെയിലുകളും അതുപോലെ പിന്നെ യൂട്യൂബ് ഇങ്ങനെ കയറിയാണ് പലപ്പോഴും കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം സൈറ്റുകളിൽ കയറാതിരിക്കുക, അതിന് കമൻ്റ് അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കാതിരിക്കുക, അവരങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തെ എപ്പോഴും നമ്മൾ നിയമപരിരക്ഷകർക്ക് വിട്ടുകൊടുത്ത് നിങ്ങളാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് എന്നല്ല പറയേണ്ടത്. നമ്മളാണ് നമ്മുടെ സമൂഹത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും ഈ ചർച്ച അതിന് വലിയൊരു വഴി ഒരുക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും സെൽഫിയിൽ ഇന്നത്തെ ഈ ചർച്ച വളരെ ഭംഗിയായി അവസാനിച്ചതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.